ഭരണരംഗത്ത് മലയാളത്തിന്റെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച മലപ്പുറം ജില്ലാതല ഏകോപന സമിതി യോഗം ADM PO സാദിഖിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഭരണനിർവഹണത്തിൽ വിവിധ വകുപ്പുകളുടെ ഔദ്യോഗിക ഭാഷാ ഉപയോഗം യോഗം വിലയിരുത്തി. ഭരണവുമായി ബന്ധപ്പെട്ട് ഭാഷയ്ക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ഭരണം അതുപോലെ തന്നെ നമ്മുടെ ഔദ്യോഗിക കൃത്യനിർവഹണം ഇതിൽ സാധാരണക്കാരനെ ലിങ്ക് ചെയ്യുന്നത് അവരുടെ ഭാഷയാണ്. അവർക്ക് അറിയുന്ന ഭാഷ, ആ ഭാഷയെ ചെത്തി നിൽക്കുകയും എന്താ പറയുക അതിനെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൗത്യം. അപ്പോൾ അതിന് നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. നേരത്തെ 2-3 സംഗതികൾ നമ്മുടെ പരിശീലനവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു. സാർ ഉറപ്പാണ് അത് ജില്ലാതലത്തിൽ തന്നെ കൂടുതൽ ആളുകളിൽ നിന്ന് നമുക്കത് ചെയ്യാനുള്ള ഒരു സംഗതി. രജിസ്റ്റർ, രേഖകൾ, ബോർഡുകൾ, മുദ്രകൾ എന്നിവ മലയാളത്തിലാക്കുക, ലിപി പരിഷ്കരണ നിർദ്ദേശപ്രകാരമുള്ള ഫോണ്ടുകൾ തുടങ്ങിയവ ഉപയോഗിക്കുക, ഓഫീസ് നടപടിക്രമങ്ങൾ പൂർണ്ണമായും മലയാളത്തിലാക്കുക തുടങ്ങിയ സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ സെക്രട്ടേറിയറ്റിലെ ഔദ്യോഗിക ഭാഷാ വകുപ്പ് സെക്ഷൻ ഓഫീസർ S. ശോഭ റാണി ഓൺലൈനായി പങ്കെടുത്തു. ഔദ്യോഗിക ഭാഷാ ഏകോപന സമിതി അംഗം ബഷീർ രണ്ടത്താണി, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പുതിയ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ജില്ലാതല ഔദ്യോഗിക ഭാഷാ ഏകോപന സമിതി പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സമിതിയിൽ അംഗമാണ്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയിൽ ഡെപ്യൂട്ടി കളക്ടറാണ് കൺവീനർ. ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളായി പൊന്മുണ്ടൻ ഡിവിഷൻ മെമ്പർ മുഹമ്മദ് ബഷീർ, മംഗലം ഡിവിഷൻ മെമ്പർ ആരതി പ്രദീപ് എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക ഭാഷാ വകുപ്പ് പ്രതിനിധി, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഔദ്യോഗിക ഭാഷാ സമിതി അധ്യക്ഷന്മാർ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. തുടർന്നുള്ള ഔദ്യോഗിക ഭാഷാ ഏകോപന സമിതി യോഗങ്ങൾ മന്ത്രിയുടെയും മറ്റ് പ്രതിനിധികളുടെയും നിരീക്ഷണത്തിലായിരിക്കും ചേരുക. CCN മലപ്പുറം.